ആ പൂ മാറ്റിട്ട് വേറൊരു അക്ഷരം ചേർത്താ പറഞ്ഞോളെ പറഞ്ഞായിരുന്നാ ഉറക്കെ പറയാത്തത്. ആർക്കും ഇഷ്ടമില്ലാത്ത പടം ഏതാണ്? വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ വസ്തു. അമ്പിളി മാമന് കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങാതി. അരിമുല്ല പൂത്തു അരളികൾ പൂത്തു. ആബിഷ്. കുസൃതി ചോദ്യ. ഇന്ന് നമ്മുടെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ലൂതറൻ UPS സ്കൂളിലെ നല്ലവരായ കുട്ടികളും അധ്യാപകരുമാണ്. അപ്പൊ എല്ലാവരും ഒരു ഹായ് പറയോ. ചേച്ചി ഒരു പ്രോഗ്രാം ചെയ്യാനാണ് വന്നത്. അപ്പോൾ അതിൻ്റെ റൂൾസ് പറയാം, കേട്ടിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ചേച്ചി ഒരു 10 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ ഏറ്റവും കൂടുതൽ കുസൃതി ചോദ്യമാണ് ചോദിക്കണേ. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് ആൾക്ക് സമ്മാനമുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ടീച്ചേഴ്സിനും ബാധകമാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പണം ഇരട്ടിയാകാൻ എന്ത് ചെയ്യണം? പണം ഇരട്ടിയാകാൻ എന്ത് ചെയ്യണം? പണം ഇരട്ടിയാക്കാൻ എന്ത് ചെയ്യണം? അതല്ല ആൻസർ. മനസ്സിലാക്കി കളഞ്ഞല്ല. അടിപൊളി ആൻസർ, മോഷ്ടിക്കണം. ടൈം ഔട്ടായി. ചേച്ചിന്റെ ആൻസർ പറയാം. അപ്പൊ അത് അനുസരിച്ച് അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ നോക്കി പറയണേ. കണ്ണാടിക്ക് മുന്നിൽ വെക്കണം. അപ്പൊ പെട്ടെന്ന് പണം പറഞ്ഞായിരുന്നാ ഉറക്കെ പറയാത്തത്. കൈ പൊക്കിയിട്ട് പറയണേ ഇനി ആൻസർ പറയുമ്പോ, കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കാം. ആദ്യം തൊട്ട് ചോദിക്കണേ. ഇനി പറയുമ്പോ ആൻസർ പറയുമ്പോ ഉറക്കെ ആൻസർ പറയണം. ഓക്കെ. ആർക്കും ഇഷ്ടമില്ലാത്ത പടം ഏതാണ്? പടം പടം അല്ല, പടം. ആർക്കും ഇഷ്ടമില്ലാത്ത കടം ചോദിക്കണമെങ്കിൽ അപകടം വരും. ആർക്കും ഇഷ്ടമല്ലാത്ത പടം. പൂവിടം പറഞ്ഞു, പക്ഷേ ആ പൂ മാറ്റിട്ട് വേറൊരു അക്ഷരം ചേർത്താൽ മതി. വെരി ഗുഡ്. ടീച്ചറിന്റെ പേര് രതി. രതി ടീച്ചറാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. കപടമാണ് ആൻസർ. നിങ്ങൾക്ക് പറയാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണേ. ചില ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെട്ട ഹരി ഏതാണ്? അല്ല, മോന്റെ പേര് അഭിജിത്ത്. അഭിജിത്ത് മോൻ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ലഹരിയാണ് ആൻസർ. അപ്പൊ നല്ലൊരു ക്ലാപ്പ് അഭിജിത്തിന്. ഇത് രമ ടീച്ചർ അല്ലേ? രതി. അപ്പൊ രതി ടീച്ചറും അഭിജിത്തുമാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഓരോ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പുരുഷന്മാർ സ്ത്രീകളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. പെട്ടെന്ന് പറഞ്ഞു. ജീന. ജീന പറഞ്ഞോളെ. ജീന ടീച്ചറാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. D ആണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നാലാമത്തെ ക്വസ്റ്റ്യൻ. വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ വസ്തു. പാൽ. ആരാ ആൻസർ പറഞ്ഞവിടെ? പേര് അഭിജിത്ത്. 2 അഭിജിത്ത്. അപ്പൊ 2 അഭിജിത്തുമാരും ഒരു രതി ടീച്ചർ അല്ലേ? രതി ടീച്ചറും മുന്നിട്ട് നിൽക്കുകയാണ്. ജീന. ജീന ജീന ടീച്ചറും രതി ടീച്ചറും പിന്നെ 2 അഭിജിത്തും വിദ്യാർത്ഥികളും 4 പേരും മുന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ പറഞ്ഞ് മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ആരെങ്കിലും പാട്ട് പാടോ മോള്? പേര് ജിയ. അമ്പിളി മാമന് കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങാതി. മാനത്തമേത്തെ താര ചമച്ചിട നല്ല പുതുക്കിനി ചേലാടി. അമ്പിളി മാമന് കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങാതി. മാനത്തമേത്തെ നാന ചമച്ചിട നല്ല പുതുക്കിനി ചേലാടി. അപ്പൊ ജിയ മോളുടെ നല്ലൊരു സോങ് നമ്മൾ കേട്ടു. എത്രാമത്തെ ക്വസ്റ്റ്യനാണ് ഇനി ചോദിക്കുന്നേ? 5. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകുമ്പോൾ ഇംഗ്ലീഷ്, വരുമ്പോൾ മലയാളം. ഏതാണ് ഈ സ്ഥലം? ശ്രീകുട്ടി. അപ്പോൾ ശ്രീകുട്ടി മോളാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഗോവയാണ്. വേറെ ആരെങ്കിലും പാട്ട് പാടോ? ശ്രീകുട്ടി പാടോ. ഹരിമുല്ല പൂത്തു അരളികൾ പൂത്തു ഇനിയുമെന്നാശകൾ പൂത്തില്ല. ഹരിമുല്ല പൂത്തു അരളികൾ പൂത്തു ഇനിയുമെന്നാശകൾ പൂത്തില്ല. സൗഗന്ധികങ്ങൾ വിരിഞ്ഞുതിർന്നെങ്കിലും
സൗഭാഗ്യമെന്നിൽ വിരിഞ്ഞില്ല. ഹരിമുല്ല പൂത്തു അരളികൾ പൂത്തു ഇനിയുമെൻ ആശകൾ പൂത്തില്ല. അപ്പോൾ ശ്രീകുട്ടിമോളുടെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഇത് എല്ലാ അച്ചാറിലും ഉണ്ടാകും, പക്ഷെ ആരും കഴിക്കാറില്ല. അല്ല, ശ്രീകുട്ടി ഒന്നുകൂടെ പറഞ്ഞു ആൻസർ. സ്പൂണാണ് ആൻസർ. ശ്രീകുട്ടി 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ആരെങ്കിലും ഡാൻസ് കളിക്കോ? ഡാൻസ് കളിക്കാൻ ധൈര്യമുള്ള ആരാ ഉള്ളത് ഇവിടെ? ഒരാൾ വന്നു. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെള്ളം കുടിച്ചാൽ ഉടൻ മരിച്ചു പോകുന്നത് ആര്? കൈ പൊക്കി പറഞ്ഞത് ആരാ? ഇവിടെ അല്ലേ? പേരെന്താ? ആബിഷ്. അപ്പോൾ ആബിഷ് മോനാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. സി ആണ് ആൻസർ. 8ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ആർക്കും ചവിട്ടി കയറാൻ പറ്റാത്ത പടി. അല്ല, ടൈം ഔട്ട്. മറുപടി. വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം. കുസൃതി ചോദ്യ. വീണാൽ നനയാത്ത സാധനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് നമ്മൾ നടന്നു പോകുമ്പോ കൂടെ വരും. എന്റെ പേര് സുനിത. സുനിത ടീച്ചറാണ് ആൻസർ പറഞ്ഞത്. നിഴലാണ്. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 10ാമത്തെ ക്വസ്റ്റ്യൻ, രാജുവും രാമുവും അയൽക്കാരാണ്. രാജുവിന്റെ പീക്കോക്ക് രാമുവിന്റെ പറമ്പിൽ മുട്ടയിട്ടു. ആർക്കുള്ളതാണ് ആ മുട്ട? ടൈം ഔട്ടായി. പീക്കോക്ക് മുട്ട ഇടാറില്ല. ഇന്നത്തെ നമ്മുടെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി ശ്രീകുട്ടിയാണ്. എല്ലാവരും നല്ലൊരു ക്ലാപ്പ്. എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്.